ഒന്നും ചെയ്യൂല, ധൈര്യമായിട്ടോ. ഒരുപാട് നല്ല ഭാഗമാകുന്നതോടെ 2025 കഴിഞ്ഞ 9 ദിനരാത്രങ്ങൾ പിന്നിട്ട് 10ാം ദിവസത്തിന്റെ അവസാന ദിവസത്തിന്റെ ആഘോഷ വിരുന്നാണ്. അതെ, ഞങ്ങളുടെ നാടിന്റെ ജനകീയ മഹോത്സവം പൊൻപുലരി 10 ദിവസത്തെ ആഘോഷ പരിപാടി എല്ലാം കൂടെ അരമണിക്കൂർ വീഡിയോ ആക്കി ചുരുക്കി നിങ്ങളുടെ മുന്നിലേക്ക് എത്തിച്ചിരിക്കുക കേട്ടോ. ഞങ്ങളുടെ കോഴിക്കോട് ജില്ലയ്ക്ക് സാഹിത്യനഗരി പദവി ലഭിച്ചതിനെ തുടർന്ന് കോർപ്പറേഷന്റെ എല്ലാ വാർഡുകളിലും ആഘോഷ പരിപാടി നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ്. അങ്ങനെയാണ് ഞങ്ങളുടെ 3ാം വാർഡിലേക്കും ഈ ഒരു പരിപാടി വരുന്നത്. ഈ 10 ദിവസവും മുടങ്ങാതെ ഞങ്ങൾ എല്ലാവരും ഈ ഒരു പ്രോഗ്രാമിൽ അറ്റൻഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പ്രോഗ്രാംസ് മാത്രമല്ല, നമുക്ക് എന്റർടൈൻമെന്റ് സെക്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു അവിടെ. ആദ്യത്തെ ദിവസത്തെ ഘോഷയാത്ര മുതൽ മെഗാ തിരുവാതിര, പിന്നെ ഞങ്ങളുടെ നാടകവും, അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. അപ്പോൾ ഘോഷയാത്രയിൽ നിന്ന് തുടങ്ങാം. കേരള സാരി പ്ലസ് മെറൂൺ ബ്ലൗസ്, ഇതായിരുന്നു ഞങ്ങളുടെ വാർഡിലെ എല്ലാവരുടെയും വേഷം. ആസ് യൂഷ്വൽ ഘോഷയാത്ര വളരെ ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴാണ് കുറച്ച് വീഡിയോസ് ഒക്കെ എടുത്തത്. ആ പോകുന്ന ചേച്ചിമാരെ കണ്ടോ, അവർ ഘോഷയാത്ര സ്റ്റാർട്ട് ചെയ്യുന്ന പോയിന്റിലേക്ക് പോവാൻ കേട്ടോ. ഞങ്ങൾ കരുതിയത് വീടിന്റെ ഫ്രണ്ടിൽ എത്തുമ്പോൾ അതിലേക്ക് ജോയിൻ ചെയ്യാന്ന്, വെറുതെ അത്രയും ദൂരം നടക്കണ്ടല്ലോ എന്ന് കരുതി കേട്ടോ. അപ്പോൾ ഘോഷയാത്ര ഞങ്ങൾ അവിടെ എത്തി. 1000-ൽ പരം ആളുകൾ പങ്കെടുത്ത ഘോഷയാത്രയായിരുന്നു കേട്ടോ. ഇപ്പോഴും അത് തീർന്നിട്ടില്ല. ഇതിന്റെ ഏറ്റവും അറ്റത്ത് പോയിട്ട് വേണം നമുക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ലാസ്റ്റ് ഞങ്ങൾ പോയി ജോയിൻ ചെയ്തു. അവസാനം ഡെസ്റ്റിനേഷനിൽ എത്തി. ഘോഷയാത്ര അവസാനിക്കുന്ന സ്ഥലമാണ്. ഇതൊരു ഗ്രൗണ്ടാണ്. ഇതിനുശേഷം ഞങ്ങളുടെ ഒരു തിരുവാതിരയുണ്ട്. മെഗാ തിരുവാതിരയാണ്. ഈ ഘോഷയാത്രയിൽ വന്ന എല്ലാവരും ചേർന്ന് പങ്കെടുക്കുന്ന ഒരു മെഗാ തിരുവാതിര. ഞാൻ പറഞ്ഞില്ലേ, കുറേ പേരുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഏറ്റവും ലാസ്റ്റിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. എൻ്റെ ഒരു ഹായ് പിടിച്ച എല്ലാവരും, ഞാനും അമ്മയും കേട്ടോ. ഇത് ഒരു വാർഡിലെ എല്ലാവരും ഒരേ മനസ്സോട് കൂടി ഇതിനു വേണ്ടി സഹകരിച്ചിട്ടുണ്ട് കേട്ടോ. എൻ്റെ ഫാമിലി മൊത്തം ഉണ്ട്. അമ്മയുണ്ട്, അച്ഛനുണ്ട്, ഞാനുണ്ട്, അനിയത്തിയുണ്ട്, പിന്നെ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ആളുകളുണ്ട്. ഇതെൻ്റെ നൈബറാണ്, അലന്നാഥ് എന്നാണ് പേര്. ഇവൻ്റെ ട്യൂഷൻ ടീച്ചറും കൂടിയാണ് കേട്ടോ ഞാൻ. അങ്ങനെ നമ്മൾ ഗ്രൗണ്ടിലേക്ക് പോയി എല്ലാവരും റൗണ്ടായി നിൽക്കാൻ പറഞ്ഞു. കാരണം പെട്ടെന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യണമായിരുന്നു. ഘോഷയാത്ര നല്ല ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വേഗം പോയിട്ട് അവിടെ സെറ്റായിട്ട് നമുക്ക് തിരുവാതിര തുടങ്ങാനുള്ള എല്ലാ പ്രിപ്പറേഷൻസും അവിടെ നടക്കുന്നുണ്ട്. അവിടെ എത്തിയപ്പോൾ എല്ലാവരും ഉണ്ട്. ഇത് അച്ഛൻ്റെ സ്റ്റുഡിയോയിലെ സ്റ്റാഫായിരുന്നു, ഷിജി ചേച്ചി. അപ്പോൾ അവിടെ നിൽക്കാൻ വേണ്ടി പറയുവാണ്, നമ്മൾ കോപ്പി അടിച്ചിട്ട് ഡാൻസ് കളിക്കാമെന്നൊക്കെ പറഞ്ഞ് അവിടെ പ്ലാൻ ചെയ്യുകയാണ്. അങ്ങനെ തിരുവാതിര സ്റ്റാർട്ടായി. ഇത് ഞാൻ സെപ്പറേറ്റ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ, എൻ്റെ ചാനലിൽ തന്നെ ഉണ്ട്. അത് പോയി നിങ്ങൾക്ക് കാണാം. വെറുതെ പിന്നെയിട്ട് ബോറടിപ്പിക്കുന്നില്ല. അങ്ങനെ പ്രോഗ്രാം ഒക്കെ കഴിഞ്ഞു. അച്ഛൻ ഫീഡ്ബാക്ക് പറയുകയാണ്, അത്ര നന്നായിട്ടൊന്നും ഇല്ല എന്നാട്ടോ പറയുന്നത്. പല പ്രായത്തിലുള്ള ആളുകളായിരുന്നു. അപ്പം ഒരേപോലെ സിങ്കൊന്നും വരണമെന്നില്ല. പക്ഷെ എല്ലാവർക്കും കളിക്കാൻ പറ്റിയല്ലോ, അത് തന്നെ വലിയ കാര്യം അല്ലേ. അച്ഛൻ എല്ലാത്തിലും പെർഫെക്ഷൻ വേണം. അതുകൊണ്ടാണ് അങ്ങനെ മുഖമൊക്കെ വെച്ചിരിക്കുന്നത്. അതൊക്കെ പോട്ടെ. ഇതെൻ്റെ കൂടെ പഠിച്ച കുട്ടിയാണ്, എൻ്റെ ഫ്രണ്ടാണ് നിമ്യ. സ്കൂളിൽ എൻ്റെ കൂടെ പഠിച്ചതാണ്. സോ നമ്മൾ കുറച്ച് നേരം കാര്യമൊക്കെ പറഞ്ഞു, കഥയൊക്കെ പറഞ്ഞു, എൻ്റെ യൂട്യൂബ് ചാനലിലെ കാര്യമൊക്കെ പറഞ്ഞു. അവളെ കൊണ്ട് കുറച്ച് വീഡിയോസൊക്കെ എടുപ്പിച്ചു. അങ്ങനെ ആ ഗ്രൗണ്ട് മൊത്തം ഒന്ന് എക്സ്പ്ലോർ ചെയ്യാമെന്ന് വിചാരിച്ച് പോയപ്പോഴാണ് നമ്മൾ ഒട്ടകത്തിനെയും കുതിരയും കണ്ടത്. അപ്പം അതിൻ്റെ കൂടെ നിന്ന് കുറച്ച് നേരം സെൽഫി എടുത്ത് അതിനെ കുറച്ച് നേരം വെറുപ്പിച്ചു. അവിടെ പോയി. അങ്ങനെ ഇനോഗ്രൽ സെറിമണി സ്റ്റാർട്ട് ചെയ്യാനായി. ഇത് വെൽക്കം ഗേൾസ് ആണ്, ആത്മിക ആൻഡ് ഫ്രണ്ട്സ്. ഞങ്ങളുടെ നാട്ടിലെ സുന്ദരി മണികളാണ് ഇവരെല്ലാവരും. എൻ്റെ അനിയത്തി ഉള്ളതുകൊണ്ട് പറയല്ലോ കേട്ടോ. എല്ലാ ആംബിയൻസിൽ വരുന്ന ഈ ഒരു റിസോർട്ട് നമ്മുടെ കോഴിക്കോടാണെന്ന് എന്നറിയോ. ഈ ഒരു ഏസൻ റിസോർട്ട് വരുന്നത് ഇവിടെ മനോഹരമായിട്ടുള്ള കൺവെൻഷൻ നമ്മുടെ ഹാപ്പിനെസ് മൊമെന്റ്സ് കൂടുതൽ മനോഹരമാക്കാൻ പറ്റിയില്ല. എല്ലാ പ്രിയപ്പെട്ടവരെയും നിങ്ങളുടെ ഇരിപ്പിടങ്ങളിലേക്ക് കോഴിക്കോട് ഒരു കവിതയാണ്. എത്ര തവണ വായിച്ചാലും മാധുര്യം വിട്ടുമാറാത്ത വരികളാണ് അതിലുള്ളത്. സമ്പന്നമായ ആതിഥേയത്വവും ചരിത്രവും സത്യവും സാഹിത്യവും സമ്മേളിച്ചത് നമ്മുടെ അറബിക്കടലിന്റെ ഓരത്താണ്. കോഴിക്കോട് എന്ന മഹാപട്ടണത്തിന്
को सिवा दुनिया में रखा क्या है तेरी आंखों को सिवा दुनिया में रखा क्या है. ലോകത്തിന്റെ നെറുകിൽ ഇന്ത്യൻ സംഗീതത്തിന്റെ സാന്നിധ്യം അറിയിച്ച കോഴിക്കോട് മഹാപട്ടണത്തിന്റെ സായന്തനങ്ങൾ ഇന്നും സംഗീതത്തിന്റെ കൈപിടിച്ചുള്ള ജീവിതയാത്ര ജീവിതം മറന്നുപോയ മുഹമ്മദ് സാബിർ ബാബുരാജിന്റെയും മുഹമ്മദ് റഫി സാബിന്റെയും നമ്മുടെ കൈതപ്രം തിരുമേനിയുടെയും ജോൺസൺ മാഷിന്റെയും വയലാറിന്റെയും ദേവരാജിന്റെയും രാഘവൻ മാഷിന്റെയും ഒക്കെ സംഗീതം കൊണ്ട് സമൃദ്ധമാണ് കോഴിക്കോടിന്റെ സായന്തനങ്ങൾ എന്ന് പറഞ്ഞത്. ഒരു രണ്ടുപേരി നമുക്ക് വേണ്ടിയിട്ടൊന്ന് പാടാം അല്ലേ? रोके ज़माना चाहे रोके खुदाए हमको आना पड़ेगा जो वादा किया निभाना पड़ेगा निभाना पड़ेगा. तरस दे निगाहों में आवाज देगा മുഹബത്ത് അക്കാദമി ഓഫ് ഫൈൻ ആർട്സ് എറജിക്കൽ. കേരളം ദൈവത്തിന്റെ സ്വന്തം നാട്. നാനാജാതി മതസ്ഥർ ഏകോദര സഹോദരങ്ങളെ പോലെ കഴിയുന്ന ഇന്ത്യ മഹാരാജ്യത്തിലെ ഒരു കൊച്ചു സംസ്ഥാനം. മലയാളിയായതിൽ അഭിമാനിക്കുന്നതോടൊപ്പം ഹൃദയവിശാലതയോടെ ഓണവും വിഷുവും ക്രിസ്മസും പെരുന്നാളുമെല്ലാം നമുക്കൊന്നായി ആഘോഷിക്കാം. വൈവിധ്യ സംസ്കാര ഭൂമിയുടെ ഉണർത്തുപാട്ടുമായി സ്വാഗത നൃത്തം. അവതരണം സമർപ്പണ അക്കാദമി ഓഫ് ഫൈൻ ആർട്സ് എരഞ്ഞിക്കൽ PO കോഴിക്കോട്. നൃത്ത സംവിധാനം സഹേഷ് S ദേവൻ MA MPhil ഭരതനാട്യം. ഇതിൻ്റെ ഓഡിയോ ഞാൻ ഇടുന്നില്ല, കാരണം എനിക്ക് യൂട്യൂബിൽ നിന്ന് കോപ്പിറൈറ്റ് ക്ലെയിം വന്നിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ മുന്നേ ഞാൻ ഒരു വീഡിയോ ഇട്ടപ്പോൾ. സമർപ്പണ അക്കാദമി സ്വാഗതം അരുളുകയാണ്. ഞാൻ നിർബന്ധമായും പങ്കെടുക്കുമെന്ന് ഉറപ്പിച്ചു പറഞ്ഞ നമ്മോടൊപ്പം മറ്റെല്ലാ പ്രയാസങ്ങളും മാറ്റിവെച്ച നമ്പൂതിരിയാണ്. അദ്ദേഹത്തിന് വേണ്ടി പ്രത്യേകം എല്ലാവർക്കും വേണ്ടി സ്വാഗതം അരുളുകയാണ്. നമ്മുടെ ബഹുമാനപ്പെട്ട എംപിയുടെ അഭാവത്തിൽ രാഘവേട്ടൻ ഏവർക്കും സദസ്സിലും വേദിയിലുമായിരിക്കുന്ന ഈ പരിപാടി നിങ്ങൾക്കൊരു നിഷ്കളങ്ക ഗ്രാമീണത ഉണ്ട്. എല്ലാവരും പങ്കുചേർന്നുകൊണ്ട് എല്ലാവരുടെ സ്വന്തമാക്കിക്കൊണ്ട് ഓരോരുത്തരും എല്ലാവർക്കും വേണ്ടിയും എല്ലാവർക്കും വേണ്ടിയും ഒക്കെ പ്രവർത്തിക്കുന്ന ഇങ്ങനെയുള്ള ഫെസ്റ്റുകൾ ഞാൻ ഏറ്റവും ഭംഗിയായി കണ്ടത് ഈ പ്രദേശത്ത് തന്നെയാണ്. തുഷാര നടത്തിയിട്ടുണ്ടായിരുന്നു, ഇപ്പൊ സഫീര നടത്തുന്നു. അവിടെയൊക്കെ വിവിധ വിധത്തിലാണ് നടത്തുന്നത്. ഇവിടെയാണ് സാംസ്കാരികോത്സവം സാഹിത്യോത്സവം എന്നൊരു രീതിയിലേക്ക് ഇതിനെ പ്രത്യേകമായിട്ട് എടുത്തു പറഞ്ഞുകൊണ്ട് നടത്തുന്നത്. അതുകൊണ്ട് ഇതിനെല്ലാത്തിനും നിങ്ങൾക്ക് ഊർജം പകർന്നുകൊണ്ട് എപ്പോഴും ഒരു ജ്യേഷ്ഠ സഹോദരനെ പോലെ എല്ലാവരിലും ഒരു സ്വാതന്ത്ര്യത്തോടുകൂടി, ഇവിടുത്തെ കൗൺസിലർ പറഞ്ഞത് ശശിയായിട്ട് ഞാൻ പറഞ്ഞാൽ മനസ്സിലാവും എന്നാണ്. അപ്പൊ അവർക്കൊരു സ്വാതന്ത്ര്യമാണ് അവരുടെ മിനിസ്റ്ററുടെ മേലെ, അവരുടെ പ്രതിനിധിയുടെ മുകളിൽ. അതാണ് ഏറ്റവും പ്രാധാന്യം എന്ന് പറയുന്നത്. സാഹിത്യ രചനാ മേഖലകളിൽ നമുക്ക് എത്രയെത്ര അഭിമാന സ്തംഭങ്ങളാണ് ഈ നാട്ടിലുണ്ടായത് എന്നാലോചിക്കുന്നത്. അവിടെ മാത്രം നാം നിൽക്കുന്നില്ല, സാഹിത്യ മേഖലയിൽ മാത്രമല്ല. അങ്ങനെ ഇനോഗ്രൽ സെറിമണി കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ഒരു ചെറിയ ഐസ്ക്രീം കഴിക്കാമെന്ന് കരുതി പുറത്തേക്ക് ഇറങ്ങി. മിൽമയുടെ സ്ട്രോബെറിയും വാനിലയും നമ്മൾ കഴിച്ചു നോക്കിട്ടോ. അങ്ങനെ ആ ഒരു ദിവസത്തെ പരിപാടി അവിടെ കഴിഞ്ഞു. പിന്നെ വീട്ടിലേക്ക് പോയി പിറ്റേ ദിവസത്തെ കാര്യങ്ങൾ കാണിച്ചു തരാം. ആയിക്കോട്ടെ. അപ്പം
ഡേ 2 ആയി. ഇതൊക്കെ ഞങ്ങളുടെ നൈബേഴ്സാണ്. പിള്ളേരൊക്കെ കുറേ കാലത്തിന് ശേഷം കണ്ടതാണ്. അപ്പോൾ കുറച്ച് നേരം സംസാരിക്കുകയാണ് അവരുമായിട്ട്. പിന്നെ കയറിയ ഉടനെ തന്നെ ഉപ്പിലിട്ട നെല്ലിക്ക വാങ്ങിച്ചു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ കണ്ട് നമ്മൾ വെറുതെ വിടാൻ പറ്റില്ലല്ലോ. ഇവിടുത്തെ സ്റ്റാളുകളാണ് കേട്ടോ. കുറേ പുസ്തകങ്ങളുണ്ടായിരുന്നു അവിടെ വാങ്ങിക്കാനായിട്ട്. പഴയകാല ഓർമ്മകൾ ഉണർത്തുന്ന മിഠായികൾ, പിന്നെ ഇതുപോലത്തെ ഇങ്ങനത്തെ കുറേ സാധനങ്ങളുണ്ടായിരുന്നു കേട്ടോ. റെയർ ആയിട്ടുള്ള, പിന്നെ സാധാരണ നമ്മളെല്ലായിടത്തും കാണുന്ന പോലെ കുറേ സ്റ്റാളുകൾ. നടന്നു പോകുന്നതിനിടയിൽ ഈ ഒരു ബോർഡ് കണ്ടിട്ടോ, നാടൻ ഭക്ഷണം എന്നുള്ള സ്ഥലം. അപ്പോൾ അവിടേക്ക് ചെറിയൊരു സൈഡ് വലിവ് വന്നെങ്കിലും അമ്മ പറഞ്ഞു തൊട്ടപ്പുറത്ത് ഒരു പെറ്റ് ഷോ ഉണ്ട്, അത് കണ്ടു കഴിഞ്ഞിട്ട് നമുക്ക് എന്തെങ്കിലും കഴിക്കാമെന്ന്. സംഭവം വീട്ടിൽ നിന്ന് അന്നേരം ഭക്ഷണം കഴിച്ചിട്ട് ഇറങ്ങിയിട്ടേ ഉള്ളൂ. എൻ്റെ മാമൻ്റെ മകൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം അവനുള്ള ട്രീറ്റ് അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കൂടെ നമ്മളത് കഴിച്ചിട്ടാണ് ഇറങ്ങിയത്. പക്ഷെ അവിടെ എത്തിയപ്പോൾ ഈ ഒരു ബോർഡ് കണ്ടപ്പോൾ ഭയങ്കര വിശപ്പ്. പ്ലാൻ എല്ലാം മാറ്റി ഈ കാണുന്ന യന്ത്രൂഞ്ഞാലിലും തോണിയിൽ കയറാന്നുള്ളത് ഡിസൈഡ് ചെയ്തു. അങ്ങനെ ഞങ്ങളിതേ ഈ തോണിയിൽ കയറിട്ടോ. ഈ ഒരു ബാച്ചിൽ ഞങ്ങളുണ്ട്. ഞങ്ങളെ കരച്ചിലും അങ്ങ് എവിടെയോ കേൾക്കായിരുന്നു കേട്ടോ. അപ്പോൾ അമ്മ കയറിയിട്ടില്ല, അമ്മ ഇത് ഷൂട്ട് ചെയ്ത് തന്നു. അവറ്റകളുടെ കരച്ചിലേക്കാൻ തന്നെ എന്തൊരു സുഖം, എന്തൊരു സംഗീതാത്മകം. ആ തോണിന്ന് ഇറങ്ങിയിട്ട് കിളി പോയി നിൽക്കുന്ന സമയത്താണ് എൻ്റെ ജിം മേറ്റ് മഞ്ജുഷ ചേച്ചിനെ അവിടെ വെച്ച് കണ്ടത്. സോ ഞങ്ങളെ ഒരുമിച്ചാണ് കേട്ടോ ജിമ്മിന്ന് എല്ലാ കളികളും കളിക്കാറ്. പാട്ടൊക്കെ വെച്ച് ഡാൻസൊക്കെ കളിക്കാറുണ്ട്. അങ്ങനെ എക്സസൈസ് ഒന്നും കാര്യമായിട്ട് നടക്കാറില്ല, ഞങ്ങൾ കഥ പറച്ചിലാണ് നടക്കാറ്. അവിടുന്ന് തിരിഞ്ഞ് നടക്കുമ്പോൾ വേറൊരാളെയും കൂടെ പരിചയപ്പെട്ടു കേട്ടോ. ഒരു ഓന്തിനെ കൈ പിടിച്ചിട്ട് ഒരു ചെറുക്കൻ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പം നമ്മളോട് തൊട്ട് നോക്കാനൊക്കെ പറഞ്ഞു, ഒന്നും ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഡേ 3 ആയി. ഇതെൻ്റെ മൂത്ത മാമൻ്റെ മകനാണ്. പിന്നെ എൻ്റെ മാമനും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് നേരം അന്ന് അവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ. കാരണം ബാക്കി എല്ലാ മാമന്മാരും ഒക്കെ അവിടെ വന്നിട്ടുണ്ടായിരുന്നു വീട്ടിൽ. സോ എനിക്ക് കുറച്ച് നേരത്തെ ബൈറ്റ് എടുക്കാൻ പറ്റിയിട്ടുള്ളൂ. നിങ്ങളുടെ കുട്ടികളുടെ മനം കവരുന്ന കാഴ്ച തന്നെയാണ് ഒരുപക്ഷെ അങ്ങനെ ഡേ 4 ആയി ഗൈസ്. ഞങ്ങൾ ഏറ്റവും കൂടുതൽ എക്സൈറ്റഡ് ആയി കാത്തിരുന്ന ദിവസമായിരുന്നു. കാരണം ഞങ്ങളുടെ പ്രോഗ്രാം ഉള്ള ദിവസമായിരുന്നു കേട്ടോ അന്ന്. ഇനി നിങ്ങൾക്ക് അധികകാലം പെണ്ണുകളെ കിട്ടുകയില്ല. നിങ്ങൾ സ്ത്രീകളുടെ ബുദ്ധി മരവിപ്പിക്കുകയാണ്. ഇതിന്റെ ഫുൾ വീഡിയോ ഞാൻ ഇതിന് മുന്നേ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട്. എൻ്റെ ചാനൽ നോക്കിയാൽ അറിയാം, അതിൽ നിങ്ങൾക്ക് കാണാം കേട്ടോ. പിന്നെയും ഇട്ട് ഞാൻ പിന്നെയും ബോറടിപ്പിക്കുന്നില്ല. അപ്പം ഞാനൊരു മെയിൽ ക്യാരക്ടർ ആയിരുന്നു ചെയ്തത്. ഒരു മെയിൽ ക്യാരക്ടർ അല്ല, 3 പേരെ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം മുഴുവനായിട്ട് ആ വീഡിയോ ഇരുന്ന് കാണാം. ഗൈസ്, എൻ്റെ മേക്കപ്പ് കഴിഞ്ഞു ഗൈസ്. ഞാൻ പുറത്തിരിക്കുകയാണ്. നെക്സ്റ്റ് എൻ്റെ അനിയത്തിയുടെ മേക്കപ്പ് ആയിരുന്നു. അവളത് കംപ്ലീറ്റ് ചെയ്ത് പുറത്തേക്ക് വന്നിട്ടുണ്ട്. ഇത് എനിക്കും അമ്മയ്ക്കും അനിയത്തിക്കും ഒരേ സ്റ്റേജ് ഷെയർ ചെയ്യാൻ പറ്റി. അതെന്നെ വലിയൊരു ദൈവാനുഗ്രഹമായിരുന്നു. പിന്നെ മാഷ് പറഞ്ഞ പോലെ തന്നെ പെർഫോം ചെയ്യാനും പറ്റി. എല്ലാവരും നല്ല അഭിപ്രായമായിരുന്നു പറഞ്ഞത്. ഡേ 5 ആയപ്പോഴത്തേക്കും നമ്മൾ പുറത്തുനിന്ന് ജ്യൂസൊക്കെ കഴിച്ചിട്ട് അകത്തേക്ക് കയറാമെന്ന് കരുതി. കാരണം അവിടെ ജ്യൂസ് കൗണ്ടർ ഒന്നും ഇല്ലായിരുന്നു. സോ അടുത്തുള്ള ടൗണിൽ പോയിട്ട് ജ്യൂസൊക്കെ കഴിച്ചിട്ടാണ് ഞങ്ങൾ 3 പേരും കൂടെ പോയത്.
5 ദിവസമായിട്ട് ഞങ്ങൾ വിസിറ്റ് ചെയ്യാത്ത ഒരേ ഒരു കൗണ്ടറായിരുന്നു കേട്ടോ ഈ നഴ്സറി. നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാനായിട്ട്. അവിടെയൊക്കെ കുഞ്ഞി ആന ഉണ്ടായിരുന്നു, പിന്നെ ചെറിയൊരു പ്ലാവിൽ ചക്ക കായ്ച്ചു നിൽക്കുന്നുണ്ടായിരുന്നു. കലാഭവൻ മണി 5 മണി മുതൽ 6 മണി വരെ സാംസ്കാരിക സദസ്സ്. അവിടുന്ന് നേരെ പോയത് ഫുഡ് സ്റ്റോളിലേക്ക് കേട്ടോ. അവിടുന്ന് കോളിഫ്ലവർ ചില്ലി കഴിച്ചു, പിന്നെ അന്ന് തന്നെ കപ്പ ബിരിയാണി കഴിച്ചു. ഇപ്പം ഡേ 5 എന്ന് പറയുന്ന മൊത്തം ഭക്ഷണത്തിന്റെ വേണ്ടിയിട്ട് ഞങ്ങൾ മാറ്റിവെച്ചു. ചേട്ടാ ഒരു കപ്പ ബിരിയാണി. ഇന്ന് ഫെസ്റ്റിവൽ സിറ്റിയിൽ പുതിയൊരു ഗസ്റ്റും കൂടെ ഉണ്ട് കേട്ടോ. അതേ നേരെ നോക്കിയേ, ഗ്രാമഫോൺ ഫിലിമിൽ ദിലീപ് ഒരു സൂപ്പർ മാർക്കറ്റിൽ ജോലിക്ക് പോവില്ലേ, ആ ഒരാൾ കേട്ടോ. അന്ന് അവിടെ ഫുൾ തിരുവാതിരക്കളികളായിരുന്നു കേട്ടോ. കുറച്ചധികം തിരുവാതിരക്കളികൾ ഉണ്ടായിരുന്നു. എല്ലാ റെസിഡൻസ് അസോസിയേഷൻ്റെയും ആൾക്കാർ വന്നിട്ട് പെർഫോം ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം അവിടെ ഇരുന്ന് കണ്ടു. ഹലോ ഹലോ, ഇത് ഞങ്ങളുടെ നാട്ടിൽ നടക്കുന്നൊരു ജനകീയ ആഘോഷ പരിപാടിയാണ്. ഇപ്പം ഡേ 8 ആയിട്ടുണ്ട്. ഡേ 8 പ്രത്യേകിച്ച് ഒന്നും എടുക്കാൻ പറ്റില്ല, കാരണം ഫോൺ ഫുൾ സ്റ്റോറേജ് ഫുള്ളായിപ്പോയി. അതുകൊണ്ട് പിന്നെ അതവിടെ നിർത്തി. ഇതിപ്പോൾ ഡയറക്റ്റ് ഡേ 10 എത്തിയിട്ടുണ്ട്. അപ്പോൾ അന്ന് ഋതുരാജ് ടീമായിരുന്നു അവിടെ വന്നിട്ടുണ്ടായിരുന്നത്. ഫ്ലവേഴ്സിലെ പിള്ളേർ മുഴുവൻ ഉണ്ടായിരുന്നു. 2025 കഴിഞ്ഞ 9 ദിനരാത്രങ്ങൾ പിന്നിട്ട് 10ാം ദിവസത്തിന്റെ അവസാന ദിവസത്തിന്റെ ആഘോഷ വിരുന്നാണ്. നമ്മുടെ കോഴിക്കോട്ടുകാരെന്ന് പറയുമ്പോൾ സംഗീതത്തെ എത്ര വേണമെങ്കിലും ഹൃദയത്തോട് ചേർത്ത് പിടിക്കുന്നവരാണ്. സംഗീതത്തിന്റെ കൈപിടിച്ച് എത്ര രാത്രികൾ വേണമെങ്കിലും ഉറക്കം ലഭിച്ചിരിക്കുന്നവരാണ് അല്ലെ. സംഗീതത്തെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ച് ആസ്വദിക്കുന്നവരാണ്. അത്രയൊരു നല്ല മനോഹരമായ സംഗീത സായന്ത്രമാണ് പുൽപുലരി 2025 ഭാഗമായി നമ്മുടെ നാടിന്, നമ്മുടെ പ്രിയപ്പെട്ട കോഴിക്കോട് എന്ന മഹാപട്ടണത്തിന് സമർപ്പിക്കുന്നത്. പെർഫോം ചെയ്ത് വന്നിട്ടുള്ള സോണി TV സൂപ്പർ സ്റ്റാറിലൂടെ ഒക്കെ നമുക്ക് സുപരിചിതനായിട്ടുള്ള നമ്മുടെ സ്വന്തം ആരാ ആരാ എക്സാക്ട്ലി റിച്ചു. യെസ് കം ഓൺ. ഹലോ 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 ഹലോ. എല്ലാവർക്കും സുഖല്ലേ? ഇതെന്താ എല്ലാവർക്കും സുഖല്ലേ? പോരല്ലോ, എനിക്കറിയാം നിങ്ങളൊക്കെ എനർജി ആയിക്കോളും. പരിപാടിന്റെ ലാസ്റ്റ് ആകുമ്പോഴത്തേക്കും നിങ്ങളൊക്കെ ഡാൻസ് കളിപ്പിച്ചിട്ടേ ഞങ്ങൾ ഇവിടുന്ന് പോകുന്നുള്ളൂ. അപ്പൊ ഒരു കുഞ്ഞു കാര്യം ചെയ്ത ഒരു കുഞ്ഞു കാര്യം പറഞ്ഞാൽ നിങ്ങൾ എല്ലാവരും ചെയ്യോ? എല്ലാരും കയ്യ് പൊക്കിയിട്ട് ഒരു പടക്കം പൊട്ടുന്ന കൈ തരുമോ? എല്ലാരും കൈ നോക്കിക്കേ, കയ്യ് പൊക്കിട്ട്. ഓക്കെ 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 ഓക്കെ. ആ ഞാൻ വരും താഴേക്ക് എന്തായാലും വരും ഉറപ്പ്. ഓക്കെ ഓക്കെ. അപ്പൊ എന്തായാലും ഫസ്റ്റ് തന്നെ നമുക്ക് അടിച്ചുപൊളി പോകുന്നത് ശരിയല്ലല്ലോ. ഇപ്പൊ ഒരു മെലഡി സോങ് കൊണ്ട് തന്നെ ഞാൻ പോവാണ്. അപ്പൊ നിങ്ങളെ കൂടുതൽ വെയിറ്റ് ചെയ്യിപ്പിക്കുന്നില്ല. അപ്പൊ നേരെ പാട്ടേക്ക് ഇടാം. കോപ്പിറൈറ്റ് ഇഷ്യൂ ഉള്ളതുകൊണ്ട് ഞാൻ അത് ഇടുന്നില്ല കേട്ടോ, സോറി. കുഞ്ഞു കുഞ്ഞു ബുദ്ധിമുട്ടുകളോ വല്ലതും വന്നാല് ഒന്ന് ക്ഷമിക്കണം എന്ന് പറയാൻ വേണ്ടി കേട്ടോ. ശബ്ദമല്ലേ മാറുമല്ലോ, ഒന്ന് അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. താങ്ക് യു. ഒരു കുഴപ്പമില്ല അല്ലേ. ഇത് തുടങ്ങിയിട്ടുള്ളൂ. ഒരുപാട് അടിപൊളി റിച്ചുവിന്റെ ഒരുപാട് അടിപൊളി പാട്ടുകൾ വരുന്നുണ്ട്. ഒരു അങ്ങനെ 10 ദിവസത്തെ ഞങ്ങളുടെ ആഘോഷ പരിപാടി ആ ഒരു ദിവസത്തോടു കൂടി കഴിഞ്ഞു. ഞങ്ങൾ എല്ലാവരും എൻജോയ് ചെയ്തു, നാട് മൊത്തം ആഘോഷിച്ചു. അപ്പോൾ ഇതിൻ്റെ സംഘാടകർക്ക് ഒരുപാട് നന്ദി. പിന്നെ ഞങ്ങൾ പ്രോഗ്രാമൊക്കെ അടിപൊളിയായിരുന്നു എന്ന് എല്ലാവരും അഭിപ്രായം പറഞ്ഞു. അപ്പോൾ എല്ലാവർക്കും നന്ദി. യൂട്യൂബിൽ ഇതൊക്കെ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും വീണ്ടും ഒരു നന്ദി.